BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വാവരെ തൊഴുന്ന അർത്തുങ്കൽ പള്ളിയിൽ കൂടി പോകുന്ന അയ്യപ്പ ഭക്തർ. ശബരിമല പോലെ സർവധർമ്മ സമഭാവനയുടെ പ്രതീകമായ എത്ര ദേവാലയങ്ങളുണ്ടെന്ന് മുഖ്യമന്ത്രി. ആഗോള അയ്യപ്പ സംഗമത്തോട് സഹകരിക്കാൻ യഥാർത്ഥ ഭക്തർക്ക് കഴിയൂ എന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്രയേറെ ഭക്തർ ഒത്തുകൂടിയതിൽ സന്തോഷമുണ്ടെന്നും മാറി നിൽക്കുന്ന ഭക്തി ഒരു പരിവേഷമായി അണിയുന്നവർക്ക് അജണ്ടയുണ്ടാകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജാതിമത വേർതിരിവുകളില്ലാത്ത മതാതീയ ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന ക്ഷേത്രമാണ് ശബരിമല. വാവരെ തൊഴുന്ന അർത്തുങ്കൽ പള്ളിയിൽ കൂടി പോകുന്ന ഭക്തരാണ് ഇവിടെ വരുന്നത്. ശബരിമല പോലെ സർവധർമ്മ സമഭാവനയുടെ പ്രതീകമായ എത്ര ദേവാലയങ്ങളുണ്ട് ലോകത്തിൽ വേറെ ഉള്ളതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയുവാൻ വിഷമമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭഗവത്ഗീതയുടെ ഭക്തസങ്കല്പത്തിന് നിരക്കുന്ന അയ്യപ്പ സംഗമമാണിത്. ഒന്നിനെയും ദ്വേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനാണ് ഭക്തനെന്ന് ഗീതയുടെ 12-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. കല്ലും മുള്ളും താണ്ടിയെത്തുന്ന ഭക്തർ കാണുന്നത് തത്വമസി എന്ന ഉപനിഷത്ത് വചനമാണ്. അന്യരില്ലെന്നും അപരത്വത്തിലേക്ക് കൂടി ഞാൻ എന്നത് ചേർക്കണമെന്നുമുള്ള സന്ദേശമാണിത്. ഇതാണ് ശബരിമലയുടെ സന്ദേശമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 20 ഗ്രാം MDMA മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്തി തൃശൂരിൽ യുവാവ് എക്സൈസ് പിടിയിൽ. തൃശൂരിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ 20 ഗ്രാം MDMAയുമായി യുവാവ് എക്സൈസ് പിടിയിൽ. ആലുവ സ്വദേശി റിച്ചുവാണ് പിടിയിലായത്. യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടറുടെ സഹായത്തോടെയാണ് മയക്കുമരുന്ന് പുറത്തെടുത്തത്. തൃശൂർ റേഞ്ച് എക്സൈസ് സംഘമാണ് MDMA പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ആദ്യഘട്ടത്തിൽ യുവാവിനെ പരിശോധിച്ചപ്പോൾ MDMA കണ്ടെത്തിയില്ല. പിന്നീട് ഇയാളെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ സ്കാനിംഗിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സർജന്റെ സഹായത്തോടെയാണ് മയക്കുമരുന്ന് പുറത്തെടുത്തത്. ഇയാൾ നേരത്തെയും മയക്കുമരുന്ന് കടത്തിയിട്ടുള്ള ആളാണെന്ന് എക്സൈസ് അറിയിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇടപാടുകാരനെ കാത്തുനിൽക്കുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത്. ഇയാളുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ എക്സൈസ് സംഘം പരിശോധിക്കും. ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിച്ചതെന്നും തൃശൂരിൽ മയക്കുമരുന്ന് കൈമാറുവാൻ ആരെയാണ് കാത്തുനിന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എക്സൈസ് അന്വേഷിക്കും. മോഹൻലാൽ സത്യനന്ദിക്കാട് ചിത്രം ഹൃദയപൂർവ്വം സെപ്റ്റംബർ 26 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ. മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ 10 വർഷത്തിന് ശേഷം പുറത്തിറങ്ങിയ സിനിമ ഹൃദയപൂർവ്വം ഇനി ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാം. ഓണം റിലീസായ തിയേറ്ററുകളിൽ മികച്ച വിജയം നേടിയ ചിത്രം സെപ്റ്റംബർ 26 മുതൽ OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്യും. തിയേറ്റർ റിലീസിന് ശേഷം 1 മാസം പിന്നിടുമ്പോഴാണ് സിനിമ ഓൺലൈൻ സ്ട്രീമിംഗിനായി എത്തുന്നത്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. മാളവിക മോഹനാണ് നായികയായി എത്തിയത്. കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഈ ചിത്രം കേരളത്തിലും പൂനെയിലുമായിട്ടാണ് ചിത്രീകരിച്ചത്. വിനീത് ശ്രീനിവാസന്റെ ആക്ഷൻ ഫ്ലിക് കരത്തിന്റെ ട്രെയിലർ പുറത്ത്. നോബൽ ബാബു തോമസിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ അഡ്വഞ്ചർ ചിത്രം കരത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും വൈകാരിക മുഹൂർത്തങ്ങൾ കൊണ്ടും സമ്പന്നമായ ട്രെയിലർ സരിഗമ മലയാളത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പുറത്തുവന്നത്. കരം എനിക്ക് നൽകിയത് ആദ്യ ചിത്രം ചെയ്തതുപോലൊരു അനുഭവമാണ്. തിരക്കിയ ശേഷം ഞാൻ മറ്റൊരു സംവിധായകന്റെ ഒപ്പം ജോലി ചെയ്തത് കരത്തിലാണ്. മൊത്തത്തിൽ എന്റെ കംഫോർട്ട് സ്പേസിൽ നിന്നും മാറിയിട്ടുള്ള സീനുകൾ ഞാൻ ഈ ചിത്രത്തിനായി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കണ്ടു നിൽക്കുവാൻ ബുദ്ധിമുട്ടുള്ള ചില രംഗങ്ങൾ കട്ട് ചെയ്യേണ്ടി പോലും വന്നു, വിനീത് ശ്രീനിവാസൻ പറയുന്നു. നായകനായ നോബൽ ബാബു തോമസ് തന്നെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്ന കരത്തിൽ മനോജ് കെ ജയൻ, ജോണി ആന്റണി, ബാബുരാജ്, കലാഭവൻ ഷാജോൺ, രേഷ്മ സെബാസ്റ്റ്യൻ എന്നിവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ചാണ് ചിത്രത്തിൽ വില്ലൻ വേഷത്തിൽ എത്തുന്നത്. വിനീത് ശ്രീനിവാസനും വിശാഖ് സുബ്രഹ്മണ്യവും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ഷാൻ റഹ്മാനാണ്. ജോമോൻ ടി ജോൺ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് രഞ്ജൻ എബ്രഹാമാണ്. ചിത്രം സെപ്റ്റംബർ 25 റിലീസ് ചെയ്യും. ടെക്കികൾക്ക് തിരിച്ചടി. H1B വിസയ്ക്കുള്ള അപേക്ഷാ ഫീസ് കുത്തനെ കൂട്ടി അമേരിക്ക. തൊഴിൽ വിസയ്ക്ക് ഫീസ് ഉയർത്തി അമേരിക്ക.
H-1B വിസയ്ക്ക് അപേക്ഷാ ഫീസ് $1,00,000 ആക്കി. ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് നടപടിയിൽ ട്രംപ് ഒപ്പുവച്ചു. ഗോൾഡ് കാർഡ് എമിഗ്രേഷൻ പദ്ധതിയും പ്രഖ്യാപിച്ചു. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. ട്രംപിന്റെ തീരുമാനം പ്രാബല്യത്തിൽ വന്നാൽ വൈദഗ്ധ്യമുള്ള ജോലിക്കാർക്കുള്ള വിസയ്ക്ക് ഏകദേശം $215 നൽകേണ്ടതായി വരും. നിക്ഷേപക വിസയ്ക്കുള്ള തുകയും കുത്തനെ ഉയരും. ടെക് കമ്പനികളിൽ ഏറ്റവും അധികം ഡിമാൻഡുള്ള ഹൈ സ്കിൽഡ് പോസ്റ്റിലേക്കുള്ള നിയമനത്തിന് കമ്പനികളെ അനുവദിക്കുന്ന വിസയാണ് H-1B വിസ. 1990 മുതലാണ് പദ്ധതി ആരംഭിച്ചത്. പുതിയ നിരക്കുകൾ പ്രകാരം ഈ വിസ നേടുവാൻ ഏകദേശം 88 ലക്ഷത്തിലേറെ ഇന്ത്യൻ രൂപ നൽകേണ്ടതായി വരും. നിലവിൽ $1,500 ഈ വിസയ്ക്കായി അപേക്ഷാർത്ഥികൾ ഫീസിനത്തിൽ നൽകി വരുന്നത്. ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമുള്ള ടെക്കി പോസ്റ്റുകളിലേക്ക് കൂടുതൽ അമേരിക്കക്കാരെ കൊണ്ടുവരുന്നതാണ് പുതിയ നീക്കത്തിന്റെ ലക്ഷ്യം എന്നാണ് പൊതുവായ വിലയിരുത്തൽ. ഇന്ത്യൻ ടെക്കികൾക്ക് ഈ തീരുമാനം കനത്ത തിരിച്ചടിയാണ്. തിരുമല BJP കൌൺസിലറുടെ ആത്മഹത്യ, മാധ്യമപ്രവർത്തകരെ പിടിച്ചുതള്ളി BJP പ്രവർത്തകർ. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെ BJP പ്രവർത്തകരുടെ കയ്യേറ്റം. തിരുമല BJP കൌൺസിലർ കെ അനിൽകുമാർ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് മാധ്യമപ്രവർത്തകരെ BJPക്കാർ പിടിച്ചുതള്ളിയത്. സംഭവത്തിൽ 24 ക്യാമറാമാൻ രാജ് കിരണിനെ മുഖത്തടിക്കുകയും പിടിച്ചുതള്ളുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ ക്യാമറകളടക്കം പ്രവർത്തകർ നശിപ്പിച്ചു. BJP നേതാവ് VV രാജേഷിന്റെയും സാന്നിധ്യത്തിലായിരുന്നു BJP പ്രവർത്തകരുടെ വളഞ്ഞിട്ടുള്ള അതിക്രമം. മനഃപൂർവ്വമായി BJPക്കെതിരെയുള്ള വാർത്തകൾ വളച്ചൊടിക്കുന്നു എന്നാരോപിച്ചായിരുന്നു കയ്യേറ്റമുണ്ടായത്. കൌൺസിലറിന്റെ ഓഫീസിൽ നിന്നിരുന്ന വനിതാ മാധ്യമപ്രവർത്തകരെ അടക്കം ഇറക്കിവിടുകയും പടിയിറങ്ങി പോകുന്നതിനിടെ മർദ്ദിക്കുകയും പലരും നിലത്ത് വീഴുകയും ചെയ്തു. സ്വന്തം ഓഫീസിനുള്ളിലാണ് തിരുമല അനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുമല വാർഡ് കൌൺസിലറായിരുന്നു. അനിൽകുമാർ പ്രസിഡന്റായ വലിയശാല ഫാം സൊസൈറ്റിയിൽ 6 കോടിയിലധികം രൂപ വായ്പ നൽകിയിട്ടുണ്ട്. ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നേതൃത്വത്തോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും സാമ്പത്തിക പ്രശ്നത്തിൽ സൊസൈറ്റിയിലെ മറ്റാരും സഹായിച്ചില്ല. അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് കുറിപ്പിലുള്ളത് എന്നാണ് സൂചന. എന്നാൽ ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ക്രമക്കേട് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് BJP നേതാവ് VV രാജേഷ് പറഞ്ഞു. ലോൺ എടുത്തവർ പലരും തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്നുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൊസൈറ്റിയിലേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങൾ അനിൽകുമാറിന്റെ പരിചയത്തിലാണ് വന്നത്. ഇത് തിരിച്ചു കൊടുക്കുവാൻ പറ്റാത്തതിലുള്ള മാനസിക സമ്മർദ്ദം അദ്ദേഹം അനുഭവിക്കുകയായിരുന്നുവെന്നും VV രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. തിരുവനന്തപുരം BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ് തിരുമല അനിൽ. ഇന്ന് രാവിലെ 8:30 അനിൽ ഓഫീസിലെത്തിയതെന്ന് ദൃക്സാക്ഷി പൂജപ്പുര പോലീസിനോട് പറഞ്ഞു. വിരൽ അടയാള വിദഗ്ധർ സ്ഥലത്തെത്തി. ഇൻക്വസ്റ്റ് നടപടികൾ ഉടൻ തുടങ്ങും. ശേഷം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടുനൽകും. പോസിറ്റീവ് റിവ്യൂ കിട്ടിയിട്ടും പരാജയം. ബോക്സ് ഓഫീസിൽ കിതച്ച് തമിഴ് തെലുങ്ക് സിനിമ ഇൻഡസ്ട്രികൾ. ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ച് ലോക ഹൃദയപൂർവ്വം തുടരും, എംപുരാൻ തുടങ്ങിയ വമ്പൻ ഹിറ്റുകളുമായി മലയാളം സിനിമ മുൻപോട്ട് കുതിക്കുമ്പോൾ ബോളിവുഡിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമെല്ലാം ഒരു ഹിറ്റ് സൃഷ്ടിക്കുവാൻ വമ്പൻ ചിത്രങ്ങൾ പോലും പാടുപെടുന്ന അവസ്ഥയാണ് കാണുന്നത്. ശിവകാർത്തികേയൻ നായകനായ AR മുരുകദോസ് ചിത്രം മദ്രാസിയാണ് ലോകേഷ് കനകരാജിന്റെ കൂലിക്ക് ശേഷം അടുത്തിടെ റിലീസിനെത്തിയ വമ്പൻ തമിഴ് ചിത്രം. 300 കോടി ക്ലബിലെത്തിയ അമരന് ശേഷം ശിവകാർത്തികേയന്റെ അടുത്ത ചിത്രം എന്നത് കൂടാതെ തുടർ പരാജയങ്ങൾക്ക് ശേഷമുള്ള AR മുരുകദോസിന്റെ തിരിച്ചുവരവെന്നും കണക്കുകൂട്ടിയിരുന്ന മദ്രാസി ബോക്സ് ഓഫീസിൽ പരാജയമായി. ചിത്രത്തിന് പോസിറ്റീവ് പ്രതികരണങ്ങളായിരുന്നു പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും ലഭിച്ചത്. എങ്കിലും 150 കോടി രൂപ മുതൽ മുടക്കിൽ ഒരുക്കിയ ചിത്രത്തിന് കഷ്ടിച്ച 100 കോടി ക്ലബിൽ പോലും എത്താൻ സാധിച്ചില്ല. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ദളപതി വിജയുടെ പിന്മുറക്കാരനെന്ന് പോലും ആരാധകരാൽ വിശേഷിക്കപ്പെടുന്ന ശിവകാർത്തികേയനോ മറ്റ് സൂപ്പർ താരങ്ങൾക്കോ ഇൻഡസ്ട്രിക്ക് സാമ്പത്തിക ലാഭം നേടിക്കൊടുക്കുവാൻ സാധിക്കാത്തതെന്തെന്ന് ആരാധകർ ചോദിക്കുന്നു. തമിഴിൽ വമ്പൻ പ്രതീക്ഷകളോടെ റിലീസിനെത്തിയ തഗ് ലൈഫ്, റിട്രോ, വിടാമുയർച്ചി തുടങ്ങിയ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തിയിരുന്നു. മാത്രമല്ല വിടാമുയർച്ചയ്ക്ക് ശേഷം അജിത്തിനും വേട്ടിയാന് ശേഷം രചനയ്ക്കും തിരിച്ചുവരവാകും എന്ന് ആരാധകർ പ്രതീക്ഷിച്ച ഗുഡ് ബാഡ് അഗ്ലി, കൂലി എന്നീ ചിത്രങ്ങൾ സമ്മിശ്ര പ്രതികരണങ്ങളിൽ ഏറ്റുവാങ്ങുകയും ബോക്സ് ഓഫീസിൽ ശരാശരി പ്രകടനം മാത്രം കാഴ്ചവെക്കുകയും ചെയ്തു. തെലുങ്കിലും മറ്റൊന്നല്ല സ്ഥിതി. ലൈഗർ എന്ന ചിത്രത്തിന്റെ വമ്പൻ പരാജയത്തിന് ശേഷം വിജയ് ദേവരകൊണ്ടയുടെ തിരിച്ചുവരവാകുമെന്ന പ്രതീക്ഷയിൽ സൂപ്പർ ഹിറ്റ് ചിത്രം ജേഴ്സിയുടെ സംവിധായകൻ ഗൌതം തിണ്ണനൂരിയുമായി താരം ഒന്നിച്ച ജേഴ്സിക്കും മദ്രാസിയുടേത് തന്നെ അവസ്ഥയായിരുന്നു. ആദ്യ ദിനം തന്നെ മികച്ച പ്രതികരണം ലഭിച്ചുവെങ്കിലും 130 കോടി മുതൽ മുടക്കിൽ ഒരുക്കിയ ചിത്രം 80 കോടി മാത്രമാണ് കളക്ട് ചെയ്തത്. നാനിയുടെ ഹിറ്റ് ചാപ്റ്റർ 3 വിജയമായെങ്കിലും സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത്. പവൻ കല്യാൺ നായകനായ ബ്രഹ്മാണ്ഡ ചിത്രം ഹരിഹര വീരമല്ലുവും
തെലുങ്ക് സിനിമയ്ക്ക് നിരാശയാണ് സമ്മാനിച്ചതെന്നതും ശ്രദ്ധേയമാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.